നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാവുന്ന ഒരു ചോപ്പിംഗ് ബോർഡാണ്. ലേറ്റസ്റ്റ് ടൈപ്പിലുള്ളതാണിത്. ഫൈബറിൻ്റെ, വുഡിൻ്റെ, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചോപ്പിംഗ് ബോർഡാണ്. സ്നാപ്ഡീലിൽ നിന്ന് ഞാൻ ഓഫർ പ്രൈസിൽ വാങ്ങിച്ചാണ്. 200 രൂപയാണ്. ഇത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് മറ്റുള്ള ചോപ്പിംഗ് ബോർഡിനെക്കാട്ടും നല്ലതായിട്ട് തോന്നി. ഹൈജീനിക്കായിട്ട് നമുക്ക് നോർമൽ വാഷ് ചെയ്ത് വയ്ക്കാനായിട്ട് കഴിയും. ലിക്വിഡൊക്കെ വച്ച് കഴുകിയാലും മറ്റ് പ്ലാസ്റ്റിക്കിലൊക്കെ പറ്റി പിടിക്കും പോലെ വരത്തില്ല. എളുപ്പം നമുക്ക് കഴുകി തുടച്ച് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കും. ഇത് ലൈറ്റ് വെയ്റ്റുമാണ്. ഇതിൻ്റെ വേറൊരു ടൈപ്പുണ്ട് 450യുടെ. അത് കുറച്ചുകൂടി ഈ കിച്ചൺ ടോപ്പിൽ നമുക്ക് ഫിറ്റ് ചെയ്ത് വച്ച് ഉപയോഗിക്കാമെന്നുള്ളൂ. ഇത് വളരെ തിന്നാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ചാലും നമുക്ക് കിച്ചണിൽ സ്ഥലം വെറുതെ ആവില്ല. നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. മറ്റ് പ്ലാസ്റ്റിക്കിലൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ കട്ടിങ്ങിൻ്റെ പാടുകൾ വീഴും. അതിൽ നിന്ന് തന്നെ ബാക്ടീരിയ പോലുള്ള ജേംസ് നമ്മുടെ ഉള്ളിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴേ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഇതിൽ തന്നെ സമോസ ഷീറ്റ് പോലെ പരത്തി കഴിഞ്ഞാൽ അളവനുസരിച്ച് കട്ട് ചെയ്യാനായിട്ട് ഈ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കട്ടിംഗ് ബോർഡാണ്. എൻ്റെ കയ്യിൽ ഫൈബറിൻ്റെ ഉണ്ട്. അപ്പോൾ ഇത് കുറേ നാൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഇതിലൊക്കെ സ്ക്രാച്ച് വീണ് അതിൽ അഴുക്ക് കഴുകിയാലും പോവില്ല. അപ്പോൾ അത് ഫംഗസൊക്കെ പിടിച്ച് നമുക്കുടെ ഭക്ഷണത്തിൽ കലരും. അത് നമുക്കത് ഹെൽത്തിന് മോശമാണ്. അപ്പോൾ ഇതുപോലത്തുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഞാൻ ഈ വീഡിയോ ഇട്ടത്. എൻ്റെ ഹെൽത്ത് കാരണം എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഇനിയും തുടർന്ന് വീഡിയോസ് ഇടാൻ നോക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇടുന്നത്. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സൈഡിലെല്ലാം കണ്ടോ 15 സെൻറ്റിമീറ്റർ വരെ ഇതുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് സമോസ ഷീറ്റ് പരത്തി കഴിഞ്ഞാൽ അളവനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ ചപ്പാത്തി, പൂരിയൊക്കെ ഇതിൽ പരത്താനും പറ്റും. അധികം ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ മൾട്ടി പർപ്പസ് യൂസാണ് ഇതിന് ഉള്ളത്. നിങ്ങളൊന്ന് ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തുടർന്നും നിങ്ങൾ വീഡിയോസ് കാണാൻ മറക്കാതിരിക്കുക.